നമസ്കാരം. കങ്കാരുക്കളുടെയും മഞ്ഞപ്പട എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെയും നാട്. അവിടെയൊക്കെ കുടിയേറി പാർക്കാൻ, തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരുടെ സ്വപ്നവുമാണത്. എന്നാൽ എങ്ങനെ നിയമപരമായ രീതിയിൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് കുടിയേറി പാർക്കാം? ഇത് കൃത്യമായി അറിയാവുന്ന ഒരാളോട് തന്നെ നമ്മൾ ചോദിച്ചറിയണ്ടേ? അങ്ങനെ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, അസറ്റ് മൈഗ്രേഷന്റെ കോ ഫൗണ്ടറും ഡയറക്ടറുമായ മാത്യൂസ് ഡേവിഡ് സർ. നമസ്കാരം. താങ്ക് യു. ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നത്. അതിന് നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് പോകുന്ന വഴി നമുക്ക് ചോദിച്ചറിയാം. പക്ഷെ ഈ ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിയിൽ തടഞ്ഞു വീഴുന്നവർ ഒരുപാട് പേരാണ്. ഒരുപാട് തട്ടിപ്പ് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ അടുത്തിടെ ഞാൻ കേട്ടു, വളരെ മിനിമം വേജസിലും താഴെയുള്ള വേജസിൽ ചില ആൾക്കാരെ കൊണ്ടുപോകുന്നു. അവരവിടെ നരകയാതന അനുഭവിക്കുന്നു. മറ്റൊന്ന്, ഓസ്ട്രേലിയൻ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പേര് വരെ വ്യാജ സൈറ്റുകൾ വരുന്നു. മൂന്നാമത്തേത്, ഹാൻഡ് റിട്ടൺ കോൺട്രാക്ട് ഒക്കെ കണ്ടിട്ട് അതിന്റെ ബേസിസിൽ ഞങ്ങൾക്ക് അവിടെ പോകാം, രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് തട്ടിപ്പിൽ പെടുന്നവരുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സ്കാമുകളാണ് ഉള്ളത്? നിരവധി സ്കാമുകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കോൾ കിട്ടുന്നത് ഈ വെയർ ഹൗസസിലേക്ക് ജോലിക്ക് വരുന്നവരെ പറ്റി, പിന്നെ ഫാം ഹൗസസിലേക്ക് ജോലിക്ക് വരുന്നവരെ പറ്റിയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു ജോലി അവിടെ ഒരു ഷോർട്ട് ലിസ്റ്റിലില്ല. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഓൾമോസ്റ്റ് എപ്പോഴും നടക്കുന്നത് അതാത് രാജ്യത്തെ ഒക്കുപ്പേഷൻസ് അവിടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർ റിക്രൂട്ട്മെൻറ്റോ അല്ലെങ്കിൽ കുടിയേറ്റം മുതലായ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഒക്കുപ്പേഷനും അവിടെ ഒരു വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഇല്ല. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇവ നിങ്ങൾ പൈസ മുടക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയർ ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും ആ എംപ്ലോയറിനെ വിളിച്ച് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എല്ലാ നാട്ടിൽ നിന്നും മലയാളികൾ അവിടെ ഉണ്ട്. നിങ്ങളുടെ അയൽലോകത്തു നിന്ന് ആരെങ്കിലും ഒരു മലയാളികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പലരും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്കാം അല്ലെന്നുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഓസ്ട്രേലിയൻ എംപ്ലോയറിന് വിദേശത്തു നിന്ന് ഒരാളെ അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് മൊത്തത്തിൽ അവർക്ക് ചിലവാകുന്നുണ്ട് ഓൾ പ്രോസസ്സിന്. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് ഒരാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്രത്തോളം നീഡുള്ളതായിരിക്കണം. അപ്പോൾ പൊതുവെ ഈ പറയുന്ന IELTS ഇല്ലാതെ പോകാം, ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകാം, ഇതൊക്കെ ശുദ്ധമായ തട്ടിപ്പാണെന്നാണ് എൻ്റെ ഒരു പക്ഷം.